അയ്യ വണക്കം. ഇന്ത്യയെ നേരിടാനായി പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബംഗ്ലാദേശിനെ മുൻനിർത്തി പാകിസ്ഥാനാണ് പഠിച്ച പണി 18 പയറ്റുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഒരു 2.5 ഫ്രണ്ട് വാർ തുറക്കേണ്ടി വരും, ഒരു വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരും എന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ CDSും നമ്മുടെ കരസേനാ മേധാവി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പാകിസ്ഥാൻ്റെ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 1931 അവിടെ ഒരു വ്യോമത്താവളം ഉണ്ടായിരുന്നു. നമ്മുടെ അതിർത്തിയിൽ നിന്ന്, അതായത് നമ്മുടെ ചിക്കൻ നെക്കിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറമുള്ള ബംഗ്ലാദേശിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ വ്യോമത്താവളം ഉണ്ടായിരുന്നത്. അതിന് രണ്ടാം ലോക മഹായുദ്ധത്തിലടക്കം ആ വ്യോമത്താവളം ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അത് നാശമായി. ആ വ്യോമത്താവളം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ചൈന ഈ ഇടയ്ക്ക് വന്ന് ആ വ്യോമത്താവളം ചോദിച്ചിരുന്നു, ഞങ്ങൾക്കത് തരാമോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ആ വ്യോമത്താവളം വികസിപ്പിക്കുകയാണ്. എന്തിനാണ്? അമേരിക്കയ്ക്കും പാകിസ്ഥാനുമുള്ള വിമാനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനാണ് ആ വ്യോമത്താവളം വികസിപ്പിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. നീ വ്യോമത്താവളം വികസിപ്പിച്ചാലും ഇവിടെ നിൻ്റെ അണ്ട ഞങ്ങൾ അടിച്ചു കീറും എന്ന നിലപാടിലാണ് ഇന്ത്യ നിൽക്കുന്നത്. കാരണം ഈ ബംഗ്ലാദേശിനെ വളഞ്ഞ് ഇപ്പോൾ റെയിൽവേ പാത ഇട്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാൻ വരെ ഇത് നീണ്ടുപോകും എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഒരു കിടിലം പദ്ധതിയാണ്, ഭൂട്ടാൻ വരെ ഇനി ട്രെയിനിൽ പോകാമല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഈ ട്രെയിനിനകത്ത് നിന്ന് അഗ്നി മിസൈൽ പരീക്ഷിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വിജയമാണ്. ഈ അഗ്നി മിസൈൽ ട്രെയിനിനകത്ത് നിന്ന് പരീക്ഷിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിനെ വളഞ്ഞു കിടക്കുന്ന ഈ റെയിൽവേ പാത ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെറൈനാണ്. നമുക്ക് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് വലിയ രീതിയിൽ ആയുധ വിന്യാസം അല്ലെങ്കിൽ സൈനിക വിന്യാസം നടത്താനുള്ള ഒരു ടെറൈൻ അല്ല അവിടെ. അതുകൊണ്ട് എയർപോർട്ടിന് പകരം നമ്മളവിടെ കൊണ്ടിറക്കാൻ, നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കൊണ്ടിറക്കാൻ എയർ സ്ട്രിപ്പുകളാണ് നമ്മളവിടെ പണിതിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് ഒരു അടി നമുക്ക് നടത്തണമെങ്കിൽ കൃത്യമായിട്ട് ട്രെയിനിനകത്ത് നിന്ന് വളഞ്ഞു കിടന്ന് ഇവനെ അറ്റം മുച്ചും അടിക്കാനുള്ള സെറ്റപ്പ്, അത് നല്ല അഗ്നി മിസൈലിട്ട് അടിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബേ ഓഫ് ബംഗാളിൽ നമ്മൾ ഞോട്ടാൻ പ്രഖ്യാപിച്ച് നമ്മൾ മിസൈൽ പരീക്ഷണം നടത്തും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഓരോ മണൽത്തരി പോലും നമ്മുടെ റഡാറിനകത്താണ്, മിസൈലിൻ്റെ റഡാറിനകത്താണെന്ന് കൃത്യമായി രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് പാകിസ്ഥാന് അപകടം മണത്തത്. ഈ ബംഗ്ലാദേശിനകത്ത് ഒരുപാട് ഈ ഇസ്ലാമിക സംഘടനകളുണ്ട്. ആ ഇസ്ലാമിക സംഘടനകളെല്ലാം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവന്മാരെല്ലാം അകത്തിട്ട് വളർത്തുകയാണ്. അതിലൊരു സംഘടനയാണ് HUJI എന്ന് പറയുന്നത്. ഇവന്മാർ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഇവന്മാരുടെ മോഡ്യൂളുകൾ പ്രവർത്തനം തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഡ്യൂളുകൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന ബംഗ്ലാദേശികൾ, ആ ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ഇവന്മാരുടെ സംഘടനയിലൊക്കെ അവിടെ പ്രവർത്തിച്ചവരോ അല്ലെങ്കിൽ അതിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരോ ആയിരിക്കും. ഈ ആഭിമുഖ്യം പുലർത്തുന്ന ഈ വേട്ടാവളിയന്മാർ ദക്ഷിണേന്ത്യയിൽ, അതായത് നമ്മളെയൊക്കെ ഇടയിൽ തന്നെ വന്ന് കിടന്ന് ഇപ്പോൾ തെങ്ങേറ്റക്കാരനായിട്ടും പ്ലംബറായിട്ടും മറ്റേ ജോണി സിൻസിനെ പോലെ ടീച്ചറായിട്ടും വക്കീലായിട്ടൊക്കെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ പണിയെടുക്കുന്ന ഇവന്മാർ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ, ഹുജി സംഘടനയുടെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്യും? ഹുജി ഭീകരവാദിയായിട്ട് അങ്ങ് മാറും. അതിനുശേഷം പിന്നെ ഇവന്മാർ ഇവിടെ കിടന്ന് കാണിക്കുന്ന അട്രോസിറ്റീസ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാധനമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇവന്മാർക്ക് വേണ്ട പണി കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ഇടയിലാണ് ഉൾഫ എന്ന് പറയുന്ന ഒരു സംഘടന. ഷേഖ് ഹസീന ഉള്ള കാലത്ത് ഈ ഉൾഫയെ നിരോധിച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവന്മാർ നമ്മൾ പണ്ടേ ചവിട്ടി പുറത്താക്കിയതാണ്. ഇവന്മാർ 3 ദിവസമോ 4 ദിവസമോ മുമ്പ് നമ്മുടെ ആസാമിൽ ഒരു അടി നടത്തിയിട്ടുണ്ട്. നമ്മുടെ 2 പട്ടാളക്കാർക്ക് പരിക്കേറ്റു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഇവന്മാർ കാണുന്നത് ഇന്ത്യൻ ഡ്രോണുകൾ ഇവന്മാരുടെ ക്യാമ്പുകളിലേക്ക് പറന്നു വരുന്ന കാഴ്ചയാണ്. അങ്ങനെ ഇന്ത്യൻ ഡ്രോണുകൾ പറന്നു വന്ന് ഇവന്മാരുടെ ക്യാമ്പ് മുഴുവൻ മുച്ചൂടും മുടിപ്പിച്ചിട്ട് പോയി. 5 തലവന്മാരാണ് ഇൻക്ലൂഡിങ് എ കമാൻഡർ ചത്ത് മലന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ത്യ വമ്പൻ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഇവന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചടി നിരന്തരം ബംഗ്ലാദേശ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് ഞങ്ങളൊരു പുതിയ ആർമി രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ ഒരു പുതിയ, അതായത് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഒന്നിനും മടിയില്ല. അതായത് മെഴ്സിലെസ് ആർമിയാണ് ഈ ആർമി എന്ന് പറയുന്നത്. ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട ഈ ആർമിയിൽ നിന്ന് എന്ന് പറഞ്ഞാണ് ഈ ആർമി രൂപീകരിക്കുന്നത്. അങ്ങനെ ഈ ആർമി ഇസ്ലാമിക് റവല്യൂഷണറി ആർമി എന്നാണ് ഈ ആർമിയുടെ പേര്. ഈ ആർമി യഥാർത്ഥത്തിൽ രൂപീകരിക്കുന്നത് ബംഗ്ലാദേശാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആർമിയുടെ പിറകിൽ പാകിസ്ഥാൻ്റെ ISIയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസാണ് അവിടെ ഇതിനു വേണ്ടി പാകിസ്ഥാൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നത് എന്നുള്ള
എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യൂനിസ് ഇപ്പോൾ ബംഗ്ലാദേശ് ജനാധിപത്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ മുട്ടം കോമഡിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇതിനൊരു പ്രതിപക്ഷ പാർട്ടി വേണ്ടേ? തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഒരു പ്രതിപക്ഷ പാർട്ടി ഇല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിൽക്കും? നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് SFI കാണിക്കുന്ന അതേ പരിപാടിയാണ് നമ്മുടെ യൂനിസ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നിരയിലുള്ള സകല ആൾക്കാരെ ഇവ വോട്ടിച്ചിട്ട് പിടിച്ച് ആടിച്ചൊതുക്കി ജയിലിനകത്താക്കിയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് സമാനമായിട്ടുള്ള രീതിയാണ്. അതായത് SFIക്കെതിരെ ആരെങ്കിലും അവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യവന്മാർ മുണ്ടൂരി തലയെ കെട്ടും, പിന്നെ അവൻ്റെ കഴുത്തിൽ പോയി കത്തി വയ്ക്കും. അതോടുകൂടി അവൻ ജീവൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് TC വാങ്ങിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ ത്വരിതഗതിയിൽ വേഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും അവിടെ ഷെയ്ഖ് ഹസീനയുടെ ശിങ്കിടികളടക്കമുള്ള, അതായത് നേതാക്കന്മാരെ അണികളെയെല്ലാം അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളെയും അണികളെയെല്ലാം യുവമാരെടുത്ത് പിടിച്ച് അകത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ജനാധിപത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം എന്നാണ് പറയുന്നത്. നല്ല ബെസ്റ്റ് ജനാധിപത്യം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി അവിടെ വരാൻ പോകുന്നത് ഈ ഇസ്ലാമിസ്റ്റ് റവല്യൂഷണറി ആർമി അവിടെ വന്നു കഴിഞ്ഞാൽ ഇനി അവിടെ വരാൻ പോകുന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഗതി അതോ ഗതിയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പോലെ മത നിയമങ്ങൾ ബംഗ്ലാദേശിൽ കർശനമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ത്രീകൾക്ക് തലയിൽ തട്ടമിട്ട് നടക്കുന്ന സ്ത്രീകൾ വളരെ കുറച്ചാണ്. ഇനി അവിടെ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും സ്ത്രീകളടക്കമുള്ള ആൾക്കാർ പർദ്ദയ്ക്കകത്ത് കയറി മാത്രമേ നടക്കാൻ കഴിയൂ എന്നുള്ള നിയമമൊക്കെയാണ് ഇനി ബംഗ്ലാദേശിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിയമം ആ ബംഗ്ലാദേശിൽ കൊണ്ടുവരാനും ഈ ഇസ്ലാമിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയെ ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. പിന്നെ ഇവന്മാർ ഇന്ത്യക്കെതിരെ വരും എന്ന് വലിയ ഗീർവാണം അടിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ യാതൊരുവിധ വകുപ്പുമില്ല. കാരണം യവന്മാർ ഇന്ത്യക്കെതിരെ വന്നാൽ യവന്മാരുടെ ഗതി എന്താകുമെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമി ഇതിനകത്ത് വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ്. വിശകലന വിദഗ്ധർ പറയുന്നത് യൂനസ് സർക്കാർ എന്ന് പറയുന്നത് വെറും ഒരു മുഖം മൂടി മാത്രമാണ്, വെറും ഒരു മാസ്ക് മാത്രമാണ് ഈ സംഘടനയ്ക്ക് മുന്നിലുള്ളത്. ഇവിടെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള ISAയും തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ മുഴുവൻ കളിയും കളിക്കുന്നത്. 1971 തോൽവിക്ക് പ്രതികാരം ചെയ്യാനും ബംഗ്ലാദേശിനെ വീണ്ടും സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാനും ഈ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അതൊരു വലിയ പോയിൻ്റാണ്. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നായിരുന്നല്ലോ. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി മഹാമനസ്കത മൂത്ത് വേറെ മനുഷ്യത്വത്തിൻ്റെ ബലി ഇതങ്ങ് പിരിച്ചു കൊടുത്തു. നമ്മുടെ ഒരുപാട് സൈനികർ അവിടെ കൊല്ലപ്പെട്ടു. പിരിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ എന്തായി? അവന്മാർ കൂടെ നിന്ന് നമുക്ക് കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 71 ബംഗ്ലാദേശ് കൈവിട്ടു പോയി. ഈ ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ അധീനതയിലാക്കണമെന്നാണ് പാകിസ്ഥാൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. പോരാത്തതിനെ ഈ ബംഗ്ലാദേശിനെ കൂടെ മുച്ചൂട് മുടിച്ച് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച്, ഈ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമിക നിയമം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇരയെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്. അതിപ്പോൾ ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, അവിടുത്തെ ജനങ്ങളാണ് അത് ഇരയായിട്ട് ഭവിക്കുന്നത്. ആ ഇരയായിട്ട് ഭവിക്കുന്ന ജനങ്ങളെ ആദ്യവും അത് തകർക്കും. അങ്ങനെ ജനങ്ങളെ മുഴുവൻ മുടിപ്പിച്ച ശേഷം ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായിട്ടും അടിയറവ് വയ്ക്കാനാണ് നമ്മുടെ യൂനസിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. നോബൽ പ്രൈസ് കിട്ടിയ മനുഷ്യനാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നോബൽ പ്രൈസ് കിട്ടിയ മനുഷ്യൻ്റെ കയ്യിലിരിപ്പെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായിട്ട് ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ഈ പാകിസ്ഥാന് അടിയറവ് വെച്ച് ഒരു മിനി പാകിസ്ഥാനായിട്ട്, വീണ്ടും ഒരു മിനി പാകിസ്ഥാനായിട്ട് ബംഗ്ലാദേശിനെ മാറ്റാനായിട്ട് ശ്രമം നടക്കുന്നത്. ഈ യൂനസ് ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന, അതായത് ബംഗ്ലാദേശിലേക്ക് വരുന്ന ഭീകരവാദികൾ, ഒരുപാട് ടൺ കണക്കിന് ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ബംഗ്ലാദേശിനകത്തേക്ക് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇയാളെ കയറ്റുന്നത്? ഇനി മുതൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വിസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം യൂനിസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ഈ ഭീകരവാദികൾ ഈ കണ്ടെയ്നറിനകത്തൊക്കെ ഒളിച്ചിരുന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അവിടെ. അതായത് അങ്ങനെ കണ്ടെയ്നർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് അകത്ത് കയറ്റാൻ. ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ ഷിപ്പിനെ പോലും ഇങ്ങോട്ടേക്ക് അടുപ്പിക്കില്ലായിരുന്നു. പക്ഷേ ഇവൻ വന്ന ശേഷം ഭയങ്കര ശല്യമാണ്. അങ്ങനെ ഈ കണ്ടെയ്നറിനകത്ത് ഭീകരവാദികൾ വന്നിറങ്ങുന്നത് കണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത് റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ആ ഉദ്യോഗസ്ഥനെ അവിടെ എങ്ങും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എവിടെ പോയെന്ന് തമ്പുരാന് മാത്രമേ അറിയാവൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭീകരവാദികൾ ബംഗ്ലാദേശിനകത്ത് നുഴഞ്ഞു കയറുന്നുണ്ട്. അമേരിക്ക ബംഗ്ലാദേശിനകത്ത് നുഴഞ്ഞു കയറാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് വഴി ഒരു റൂട്ട് ഇടാൻ അമേരിക്ക വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ അമേരിക്കയെ ചൈനയും
ഇന്ത്യയും ശക്തമായി എതിർക്കുന്നത് കൊണ്ട് തന്നെ UN തലവനായിട്ടുള്ള വേട്ടാവളിയൻ അവിടെ വന്നെന്ന് പറഞ്ഞത് ഞാൻ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ അവസ്ഥ പഠിക്കാൻ വന്നിരിക്കുകയാണ്, ഇവരിവിടെ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് കുറച്ച് ചാരിറ്റി കപ്പലുകൾ ഇങ്ങോട്ടേക്ക് അയക്കാം, അതിനകത്ത് അരിപുരി ശർക്കര ഉണ്ടായിരുന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്, അവർ തിന്നട്ടെന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയും ചൈനയും പറഞ്ഞു അങ്ങനെ നീ ഉണ്ടാക്കണ്ട, ചാരിറ്റി ഷിപ്പ് എന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അമേരിക്കയുടെ കപ്പലാണല്ലോ, അതിവിടെ വരണ്ട എന്ന് കൃത്യമായിട്ട് ഇന്ത്യയും ചൈനയും യുവമാരോട് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ആ പദ്ധതിയും പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. അതിനിടയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന മറ്റൊരു സ്തുത്യാർഹമായിട്ടുള്ളൊരു കാര്യം, അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ മസൂദ് അസർ എന്ന് പറയുന്ന നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനുണ്ടല്ലോ, അവൻ്റെ കുടുംബങ്ങളെയാണല്ലോ നമ്മൾ മൊത്തത്തിൽ തീർത്തത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ. അവൻ്റെ അനന്തരവൻ്റെ ഭാര്യ, അവരുടെ മക്കൾ, അങ്ങനെയുള്ള സകല എണ്ണത്തിനെ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മൾ ഹ്യൂറിഫൈ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 14 കോടി രൂപ നിനക്കിരിക്കട്ടെ നഷ്ടപരിഹാരം, അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണം, അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഈ ഭീകരവാദികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത്. അതോടുകൂടി അവൻ കൂടുകയല്ല എടുത്തുകൊണ്ട് നേരെ ഖൈബർ പഖ്തൂൺ മേഖലയിലേക്ക് പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. POK-ലായിരുന്നു ഇവൻ കൂടുതൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടി കൂടുകയൊക്കെ എടുത്തുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് നേരെ മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവൻ്റെ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിയാണ് ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. ഇവൻ്റെ സഹോദരി ഇതിൻ്റെ തലപ്പത്തേക്ക് വന്ന് പുതിയൊരു സംഘടന രൂപീകരിച്ച്, അതായത് ഒരു ഭീകര സംഘടന രൂപീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരി കഴിഞ്ഞ ദിവസം ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ജിഹാദി കോഴ്സ് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. അവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ വെറൈറ്റി രീതിയിൽ തീവ്രവാദം പഠിക്കാമെന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ 2 വേട്ടാവളിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആണെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഒരു കുലുക്കവും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ നൈസായിട്ട് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാന് കൃത്യമായിട്ട് മനസ്സിലായി ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യയല്ല. പണ്ട് പാകിസ്ഥാൻ്റെ വിചാരം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയാണ് ഇപ്പോഴും ഇന്ത്യ എന്നാണ്. അതായത് ഒരു ബുള്ളറ്റ് അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പ്രതികാരം ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു പട്ടാളക്കാരൻ മരിച്ചാലെന്നല്ല, ഒരു പട്ടാളക്കാരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ ആ ചോരയ്ക്കും ഇന്ത്യ പ്രതികാരം ചോദിക്കും എന്നുള്ളതാണ്. അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഒരു ഡ്രോണ് പോലും ഇന്ത്യക്കകത്തോട്ട് കയറിയില്ലല്ലോ, എല്ലാ ഡ്രോണും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണല്ലോ കണ്ടത്. അതേസമയം നിൻ്റെയൊക്കെ 13 എയർബേസുകളാണ് അടിച്ച് കളഞ്ഞത്. പോരാത്തതിന് ഇനി അടുത്ത ഇന്ത്യ അടിക്കാൻ പോകുന്ന അടിയെന്ന് പറയുന്നത് ബഹിരാകാശത്ത് നിന്നാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നീയൊന്നും വിചാരിക്കാത്ത രീതിയിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പമാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ രംഗത്ത് വളർന്നു നിൽക്കുന്നത്. നമ്മുടെ വ്യോമസേന എന്ന് പറഞ്ഞാൽ ചൈനയുടെ വ്യോമസേനയെ മറികടന്ന് 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അടിയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ കയ്യിൽ വെച്ച് പപ്പടം പൊടിക്കും പോലെ പൊടിക്കാനുള്ളതേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കിയ യുവമാർക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ യുവമാർക്കിട്ട് കൊള്ളും. അപ്പോൾ ശരി.